നമസ്കാരം. എന്തൊരു ചൂടാണ്! ചുട്ടുപൊള്ളുന്ന വേനലിൽ ഉരുകി കേരളം. കടുത്ത വേനൽ തുടരുമ്പോൾ മഴയെത്തുന്നു എന്നത് ആശ്വാസമാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന് മാറ്റമില്ല. ജനങ്ങൾ സെൽഫ് ലോക്ക്ഡൌണിന് വിധേയരാകണം. ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും കൊടും ചൂടിൽ അപ്രഖ്യാപിത പവർ കട്ട് ജനത്തെ വലയ്ക്കുന്നു. ഒപ്പം നാളെ തൃശൂർ പൂരമാണ്. നീതലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്നതോടെ തൃശൂർ പൂര ആവേശത്തിൽ. ടോപ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സമഗ്രമായി വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വേനൽ ചൂടിൽ വലഞ്ഞ് കേരളം. കൊല്ലത്തും പട്ടാമ്പിയിലും 2 പേർ മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് സംശയം. 8 പേർക്ക് സൂര്യാതപമേറ്റു. മൂന്നാറിൽ അൾട്രാ വയലറ്റ് സൂചിക അപകടകരമായ തോതിൽ. ചൂടിനെ നേരിടാൻ പൊതു ഇടങ്ങളിൽ തണ്ണീർ പന്തൽ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി. പാമ്പുശല്യവും രൂക്ഷം. ഇന്ന് 2 പേർക്ക് കടിയേറ്റു. വരും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. അപ്രഖ്യാപിത നിയന്ത്രണത്തിൽ വലഞ്ഞ് ജനം. പലയിടത്തും പ്രതിഷേധം. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ഓവർലോഡ് സമയത്തെ സ്വാഭാവിക നിയന്ത്രണം മാത്രമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി ഉപയോഗം ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി. പൂരാവേശത്തിൽ തൃശൂർ. പൂരവിളംബരവുമായി തെക്കേ ഗോപുര നട തള്ളിത്തുറന്ന് നെയ്തലക്കാവിലമ്മ. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. അനുമതിയുള്ളതിനേക്കാൾ കൂടുതൽ അളവ് സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്ക്. പരസ്യപ്രസ്താവന പാടില്ലെന്നും ലംഘിച്ചാൽ കടുത്ത നടപടിയെന്നും KPCC അധ്യക്ഷൻ. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണതല്ലെന്നും സൈക്കിളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവീണമെന്നും അല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വളർന്ന് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പഴയ തലമുറ എന്ന് പറയുന്നത്. കൊല്ലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാൻ RSP ഇടപെടലെന്ന് പരാതി. BJPയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ പ്രതിസന്ധിയിലായി ആം ആദ്മി പാർട്ടി. രാജ്യസഭാ MPമാർക്ക് പിന്നാലെ പഞ്ചാബിലെ MLAമാരും പാർട്ടി വിടുമെന്ന ആശങ്ക. 60-ലേറെ MLAമാരുടെ പിന്തുണയുണ്ടെന്ന് രാഘവ് ചദ്ദ. നേതാക്കളെ കൂടെ നിർത്താൻ ശ്രമങ്ങളുമായി കെജ്രിവാളിനെതിരെ വീണ്ടും വസതി മോടി പിടിപ്പിക്കൽ ആരോപണവുമായി BJP. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചും ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുമുള്ള വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. വിദ്യാർത്ഥികളോടുള്ള റാമിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും എന്നാൽ അത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും നിരീക്ഷണം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് മന്ത്രി വീണ ജോർജിന്റെ മൊഴി. മന്ത്രിയുടെ മൊഴി ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്ന പരാതിക്ക് വിരുദ്ധം. IPL-ൽ ചരിത്ര വിജയം നേടി പഞ്ചാബ്. ഡൽഹി ഉയർത്തി 265 റൺസ് വിജയലക്ഷ്യം. 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. IPL-ലെ ഏറ്റവും വലിയ റൺ ചേസ്. രാജസ്ഥാനെതിരെ ഹൈദരാബാദിന് 229 റൺസ് വിജയലക്ഷ്യം. US ഇറാൻ 2ാം വട്ട ചർച്ചയിൽ അനിശ്ചിതത്വം. US പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്കില്ല. സന്ദർശനം റദ്ദാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സംഘവും പാകിസ്ഥാൻ വിട്ടു. സ്റ്റോറി ഓഫ് ദ ഡേ. സ്വാഗതം. വരകളുടെ വരും തലമുറയ്ക്ക്. രാവെന്നും
പകലൊന്നുമില്ലാതെ വിയർക്കുകയാണ് സംസ്ഥാനം. കൊടും ചൂടിന് കുറവില്ല. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരുന്നു. കനത്ത ചൂടിൽ പ്രതിസന്ധികളും ഏറെയാണ്. ചൂടും ഇരുട്ടും പാമ്പുമൊക്കെയായി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് മലയാളികൾ. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊതുയിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്നും അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് യോഗം വിലയിരുത്തി. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ തീരുമാനമായി. മാർക്കറ്റുകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽപന്തലുകൾ സ്ഥാപിക്കണം. ട്രാഫിക് സിഗ്നലുകളിൽ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയവ കർശനമായി നിയന്ത്രിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പും നടപ്പിലാക്കണം. വൈദ്യുതി തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ KSEB പരമാവധി ശ്രമിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹീറ്റ് റെസിലിയന്റ് ആക്കും. ഇഴജന്തുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മതിയായ ആന്റിവെനം ആശുപത്രികൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേർന്നത്. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ ഉഷ്ണതരംഗ സാഹചര്യവും ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്തരീക്ഷ താപനില സാധാരണയേക്കാൾ വർദ്ധിക്കുന്നുവെന്ന് കെ രാജൻ. 40 ഡിഗ്രിക്ക് മുകളിലേക്ക് തുടർച്ചയായി രേഖപ്പെടുത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പകൽ സമയത്ത് യാത്ര പരമാവധി ഒഴിവാക്കണം, ജാഗ്രത വേണമെന്നും മന്ത്രി കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. ഒപ്പം പകൽ യാത്ര ഒഴിവാക്കണം, സെൽഫ് ലോക്ക്ഡൌണിലേക്ക് മാറണം, കൂടുതൽ ചികിത്സാ സൗകര്യമൊരുക്കും, ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളും മന്ത്രി ഇന്ന് വ്യക്തമാക്കി. അതുകൊണ്ട് വെള്ളം കുടിക്കാവുന്ന കേന്ദ്രങ്ങൾ കൂടുതലുണ്ടാകണം. ആരോഗ്യവകുപ്പിൻ്റെ ഹീറ്റ് ക്ലിനിക്കുകൾ ആരംഭിക്കണം. എല്ലായിടത്തും ചികിത്സ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം. സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സ്ട്രക്ചറുകൾ ഉൾപ്പെടെ കരുതണം. ഒരു പ്രശ്നമുള്ളത്, സാധാരണ തലചുറ്റി വീഴുന്ന ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വളണ്ടിയേഴ്സ് ആ സ്ട്രക്ചർ കൊണ്ടുപോകും. ഇപ്പോൾ ഈ ചൂട് ആ വളണ്ടിയേഴ്സിനെയും ബാധിക്കും. അതുകൊണ്ട് പരമാവധി ആളുകൾ അഡ്ജസ്റ്റ് ചെയ്തും പരമാവധി തലയിലേക്ക് ചൂടിറങ്ങാത്ത വിധത്തിൽ ക്രമീകരിച്ചും ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകണം. കനത്ത ചൂട് മൂലം മൂന്നാറിലെ സ്ഥിതി അപകടകരമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. UV ഇൻഡെക്സ് റേറ്റ് 8-ലെത്തിയിരിക്കുന്നു. അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സമ്മർ ആസ്വദിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ, വിദേശത്തു നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുന്നറിയിപ്പുകൾ ഞങ്ങൾ DTPCക്കും അതുപോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും കൂടി നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ ലോക്കൽ ബോഡികൾക്കും നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ പ്രാദേശികമായിട്ടും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ ആ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തോട്ടം മാനേജ്മെന്റുകൾ പാലിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്താം. വേനൽ മഴ നേരിയ ആശ്വാസമാകുമ്പോഴും സംസ്ഥാനത്ത് ചൂട് തുടരുകയാണ്. വിവിധ ജില്ലകളിലായി ഇന്ന് 8 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. ജാഗ്രതാ നിർദ്ദേശവും തുടരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ ഹരിതകർമ്മ സേനാംഗത്തിന് സൂര്യാഘാതമേറ്റു. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗവും കിളിമാനൂർ സ്വദേശിയുമായ ലതികയ്ക്കാണ് ശരീരത്തിൽ പൊള്ളലേറ്റത്. കിളിമാനൂർ ടൗണിലെ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടെയാണ് സൂര്യാഘാതമേറ്റത്. ലതികയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കോഴിക്കോട് കൊടുവള്ളിയിൽ ബൈക്കിൽ സഞ്ചരിച്ച 20-കാരന് കനത്ത വെയിലിൽ പൊള്ളലേറ്റു. പോർങ്ങോട്ടൂർ സ്വദേശി അമൽ ഷാജിനാണ് സൂര്യാഘാതമേറ്റത്. ഉച്ചയ്ക്ക് കാരന്തൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ യുവാവിന് കൈകളിൽ എരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. താമരശ്ശേരിയിലും യുവാവിന് സൂര്യാഘാതമേറ്റു. പരപ്പൻപൊയിൽ അരിപ്പറ്റമ്മൽ സുജേഷിനാണ് ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ പൊള്ളലേറ്റത്. ശരീരത്തിൽ പുകച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുജേഷ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മലപ്പുറം താനൂരിലും യുവാവിന് സൂര്യാഘാതമേറ്റു. താനൂർ മടത്തി റോഡിൽ താമസിക്കുന്ന യുവാവിനാണ് പൊള്ളലേറ്റത്. അട്ടത്തോട്ടിന് സമീപം ജോലിയെടുക്കുന്നതിനിടയിലാണ് സംഭവം. കൈയിലാണ് പൊള്ളലേറ്റത്. ഉടനെ കുന്നുംപുറം ഹെൽത്ത് സെന്ററിലെത്തി ചികിത്സ തേടി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എല്ലാ മുൻകരുതലും നിർദ്ദേശങ്ങളും തൊഴിലുടമകളും തൊഴിലാളികളും പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെ മന്ത്രി നൽകിയത്. അതിനൊക്കെ വിപരീതമായി കടുത്ത വേനൽ ചൂടിലും മുൻകരുതൽ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി കൊടും വെയിലത്തും പാലക്കാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതാണ്. സംസ്ഥാനത്തെ റെക്കോർഡ് ചൂടായ 41 ഡിഗ്രി പാലക്കാട് തുടരുമ്പോഴാണ് ഈ കടുത്ത നിയമലംഘനം. ഉഷ്ണതരംഗ മുന്നറിയിപ്പും ജില്ലയിൽ തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കടുത്ത ചൂടും ഉഷ്ണതരംഗ മുന്നറിയിപ്പും നിലനിൽക്കുന്ന പാലക്കാട് പെരുവെമ്പ് നിന്നുള്ള കാഴ്ചയാണിത്. സമയം ഉച്ചയ്ക്ക് 12:30. ഇപ്പോഴും കെട്ടിടം പണിയിലാണ് തൊഴിലാളികൾ. രാവിലെ 11-നും 3-നും ഇടയ്ക്ക് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നിലനിൽക്കുന്ന സമയത്താണ് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ കെട്ടിടം പണി. വെയിലിൽ നിന്നും രക്ഷ നേടാൻ ഒരു മറ പോലും ഇല്ലാതെയാണ് തകൃതിയായി പണി പുരോഗമിക്കുന്നത്. ചൂടിൽ വലയുകയാണ് സംസ്ഥാനം. സൂര്യാഘാതം ഏൽക്കുന്നവരുടെ എണ്ണവും സൂര്യാഘാതമേറ്റുള്ള മരണവും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കർശന നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ കണ്ണെത്താത്ത ഇടങ്ങളിൽ നിർദ്ദേശങ്ങൾക്ക് പുല്ലുവിലയാണ്. അമൃത ന്യൂസ്, പാലക്കാട്. സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തും. വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരുന്ന ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ പാമ്പ് ശല്യവും രൂക്ഷമായി തുടരുകയാണ്. ഇന്നും 3 പേർക്ക് കടിയേറ്റു. കായംകുളം, ചെറുപ്പളശ്ശേരി, താമരശ്ശേരി സ്വദേശികൾക്കാണ് കടിയേറ്റത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് 15-കാരിക്ക് പാമ്പ് കടിയേറ്റു. എരുവ തറയിൽ വീട്ടിൽ സന്തോഷ് കുമാറിന്റെ മകൾ അനാമികയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. ഇന്നലെ വൈകുന്നേരമാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. കുട്ടിയെ കായംകുളം ആശുപത്രിയിലെത്തിച്ച് ആന്റിവെനം നൽകി. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും അപകടനില തരണം ചെയ്തുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. പാലക്കാട് ചെറുപ്പുളശ്ശേരി വെള്ളിനേഴിയിൽ അങ്കണവാടി വർക്കർക്ക് പാമ്പുകടിയേറ്റു. കളത്തിൽ തൊടിയിലെ വിശാലയ്ക്കാണ് പാമ്പുകടിയേറ്റത്. അംഗൻവാടിയുടെ മുൻവശം പുല്ലു പിടിച്ചു കിടന്ന ഭാഗം വൃത്തിയാക്കുമ്പോൾ ഇന്ന് രാവിലെയാണ് കടിയേറ്റത്. കുഴിമണലി ഇനത്തിൽപ്പെട്ട പാമ്പാണ് കൈവരിയിൽ കടിച്ചത്. നാട്ടുകാരെത്തി ഉടൻ തന്നെ വിശാലയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നാട്ടുകാർ പാമ്പിനെ പിടികൂടി. അതേസമയം കോഴിക്കോട് കല്ലാശിയിൽ പാമ്പിന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥിയായ അബ്ദുൾ റാനിഷ് രക്ഷപ്പെട്ടത്. വീട്ടുമുറ്റത്ത് വെച്ചാണ് പാമ്പ് ആക്രമിക്കാൻ ശ്രമിച്ചത്. നിർത്തിയിട്ട സ്കൂട്ടറിന്റെ സമീപത്തേക്ക് പോകുന്നതിനിടെയാണ് പാമ്പ് കടിക്കാൻ വന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചുവെന്ന ആരോപണത്തിൽ ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് നൽകി. ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും 2 തവണ രക്തപരിശോധന നടത്തിയെങ്കിലും വിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നും അതുകൊണ്ടാണ് ആന്റിവെനം നൽകാത്തതെന്നുമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടരുന്നതായി പരാതി ഉയരുമ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ഇപ്പോഴുള്ളത് വൈദ്യുത നിയന്ത്രണം മാത്രമെന്നും വിശദീകരണവുമായി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ജനങ്ങൾ വൈദ്യുതി സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറയുന്നു. എന്നാൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിക്കണമെന്നും നിയന്ത്രണം തുടർന്നാൽ UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കുന്നു. അതേസമയം അപ്രഖ്യാപിത പവർ കട്ടിൽ ജനങ്ങൾ രംഗത്തെത്തി വലയുമ്പോൾ ഇടുക്കിയിലടക്കം KSEB ഓഫീസിലേക്ക് പ്രതിഷേധവും ഇന്ന് നമ്മൾ കണ്ടു. ചൂട് കൂടിയത് സംസ്ഥാനത്ത് വൈദ്യുത ഉപഭോഗവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ 15 മിനിറ്റ് വീതം വൈദ്യുതി മുടങ്ങുന്നതായാണ് ജനങ്ങളുടെ ആക്ഷേപം. എന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഇതുവരെയില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണം മാത്രമാണ് ഉള്ളത്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുത ഉപഭോഗം 6195 മെഗാവാട്ടായി ഉയർന്നു കഴിഞ്ഞു. ഇനി അധിക വിലയ്ക്ക് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടതായി വരും. ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും നിലവിലെ പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പാകുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഡ്രിപ്പാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഡ്രിപ്പാകുമ്പോൾ 4 ആൾ ഓഫ് ചെയ്താൽ അപ്പം തന്നെ ഓൺ ചെയ്യും, തനിയാവും. ഓവർലോഡ് വരുമ്പോഴേ ഡ്രിപ്പാകുകയാണേ.
ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വരുമ്പോൾ ട്രിപ്പാകുകയാണ്. ഇപ്പം എന്താ പറയുക, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇഞ്ചക്ഷൻ കുക്കറിലേക്കാണ് പോകുന്നത്. അതൊക്കെ ഇതിനൊരു ഘടകമാണ്. ഇത് സ്വയം ആരും നിയന്ത്രിക്കുന്നില്ലല്ലോ. KSEയുടെ ഭാഗത്ത് നിയന്ത്രണമല്ല, നമുക്ക് ഇതിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴുള്ള നിയന്ത്രണം വരികയാണല്ലോ. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കും. എന്നാൽ പ്രശ്നങ്ങളൊക്കെ കഴിയും 2 ദിവസം കൊണ്ട്. 2 ദിവസം ചെറിയൊരു ട്രിപ്പ് ആകലുണ്ടാവും. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇലക്ട്രിക് കമ്മീഷൻ എല്ലാം പരിശോധിച്ചിട്ടല്ലേ ചെയ്യുക. ഇല്ല, അത് ചിലവെല്ലാം നോക്കിയിട്ടല്ലേ. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് പോകുന്നത്. ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത പ്രോഫിറ്റാണ് ഉണ്ടായത്. അതിൽ കമ്മി വരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. അതേസമയം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിയന്ത്രണം തുടർന്നാൽ UDF ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വൈദ്യുതി ബില്ലിനെ തെരഞ്ഞെടുപ്പിന് പ്രചാരണമാക്കി മാറ്റിയവരാണ് നിസ്സഹായരായി നോക്കി നിൽക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്ത് KSEBയുടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് കഴിഞ്ഞ 9 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തി. 32% മാത്രമാണ് ജലാശയങ്ങളിൽ ഇനി ജലം അവശേഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം 41%. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ചൂടിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ രജിത്ത് നൽകും തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ചൂട് ദിനം പ്രതി ഇങ്ങനെ കൂടി വരുന്നു. സഹിക്കാൻ കഴിയാത്ത അത്ര ചൂടാണ് സംസ്ഥാനത്തുള്ളത് എന്നതാണ്. ഈ മുന്നറിയിപ്പില്ലാതെയുള്ള ലോഡ് ഷെഡിങ്ങും ജനങ്ങളെ വലയ്ക്കുന്നു. മറുവശത്ത് ഇന്നിപ്പോൾ അവലോകന യോഗമൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നല്ലോ. എന്തൊക്കെ നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങളാണ് യോഗത്തിലുണ്ടായത്? മറ്റു വിവരങ്ങൾ എങ്ങനെ? ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിലുണ്ടായി. ഏറ്റവും പ്രധാനം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വൈദ്യുതിയുടെ ഉപയോഗം സംബന്ധിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. 117 ദശലക്ഷം യൂണിറ്റാണ് ഒരു ദിവസം. അതിന് മുകളിലേക്ക് കൂടിയാണ് ഒരു ദിവസത്തെ വൈദ്യുതിയുടെ ഉപയോഗം സംസ്ഥാനത്ത് ഉള്ളത്. അത് സംസ്ഥാനത്ത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ്. ചൂട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് തന്നെയാണ്. പാലക്കാടും ഒപ്പം തന്നെ പുനലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി 39, ഇന്നത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 39.8 ഡിഗ്രി സെൽഷ്യസ്. അതാണ് പാലക്കാടെയും അതുപോലെ തന്നെ പുനലൂരിലെയും ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മറ്റ് ജില്ലകളിലേക്കിലെ മറ്റ് യൂണിറ്റുകളിലേക്ക് നോക്കുമ്പോഴും ഏകദേശം അതേ റേഞ്ചിൽ തന്നെ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താന്നുകൊണ്ട് എല്ലാ ജില്ലകളിലും ഒരേ രീതിയിലുള്ള ഒരു ചൂടിൻ്റെ വലിയൊരു വർധനവ് തന്നെ കാണിക്കുന്നുണ്ട്. അത് വരുന്ന 2 ദിവസങ്ങൾ കൂടി തുടർച്ചയായി തന്നെ ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം കൂടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ മഴ എത്താനുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ വേനൽ മഴയുടെ കുറവ് കൂടിയാണ് ഒരു പക്ഷേ ഈ വൈദ്യുത നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. ഇന്നലെ മാത്രം ഏകദേശം വൈകിട്ട് 5 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് 15 തവണയിലധികം 15 മിനിറ്റോളം കറണ്ട് പോയി ഊർജം സേവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നാണ്. അത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണ് എന്നാണ് ആളുകൾ ഏറ്റവും പ്രധാനമായി കുറ്റപ്പെടുത്തുന്നത്. അതുതന്നെയാണ് പ്രതിപക്ഷമടക്കം കുറ്റപ്പെടുത്തുന്നത്. അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിംഗ് നടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച്. എന്നാൽ അത് സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു കാര്യമല്ല. കൂടുതൽ ഉപഭോഗം കൂടുതലായി വരുന്ന സമയത്ത് നിയന്ത്രണം അത് തന്നെത്താൻ വരുന്ന നിയന്ത്രണമാണ് എന്നാണ് മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ലോഡ് എടുക്കുമ്പോൾ അത് തന്നെത്താൻ കട്ടായി പോവുകയും പിന്നീട് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഉപഭോഗം കുറയ്ക്കുമ്പോൾ വീണ്ടും ഓണായി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് മന്ത്രി അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്തുണ്ട് എന്ന് തന്നെയാണ് മറ്റ് ആളുകളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ആരോപിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റിയവരാണ്. കഴിഞ്ഞ 10 വർഷത്തോളം ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. അവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ലോഡ് ഷെഡിംഗ് അടക്കമുള്ള അല്ലെങ്കിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വൈദ്യുതി നിയന്ത്രണത്തെ കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതും ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ചൂട് കൂടി വരുന്നു എന്നത് തന്നെയാണ്. അത് ആളുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കറണ്ടിൻ്റെ ഉപഭോഗം വർദ്ധിക്കുന്നു. അത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി മാറിയിട്ടുണ്ട്. ഒരു മാസത്തെ കണക്കുകൾ പ്രധാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്ക് തന്നെ 6195 ദശലക്ഷം മെഗാവാട്ട് അത് ആ മെഗാവാട്ടിലേക്ക് പിന്നിട്ടിരിക്കുന്നു. ഇനി കൂടുതൽ കറണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ വില നൽകി വാങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൂടി സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സ്വയം നിയന്ത്രണം ഈ കറണ്ടിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം, വൈദ്യുതിയുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന കൂടി മന്ത്രി
മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാവും. ഈ 2 ദിവസത്തിനുള്ളിൽ മഴ എത്തും എന്നൊരു പ്രതീക്ഷ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ വരാൻ പോകുന്ന 3 ദിവസക്കാലം അതികഠിനമായ ചൂട് തന്നെ തുടരും എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന സൂചന. അത്തരം സൂചനകൾ ആളുകൾ മുന്നിൽ കണ്ടുവേണ്ട മുൻകരുതൽ നടപടികൾ കൂടി എടുക്കണമെന്ന പ്രത്യേക നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പിൻ്റെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തുതന്നെയായാലും ചൂടിൻ്റെ കാര്യത്തിൽ അത് വർധനവ് തുടരുകയാണ്. അതേ സമയത്ത് തന്നെ ഈ വൈദ്യുതിയുടെ ഉപഭോഗവും അത് വളരെ കൂടുതലായി തന്നെ മുന്നോട്ട് പോകുന്നു. 117 ദശലക്ഷം മെഗാവാട്ട് ഒരു ദിവസം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വൈദ്യുതി വകുപ്പും നൽകുന്ന സൂചന. എന്തുതന്നെയായാലും ശരി, അത് തന്നെയാണ് ഈ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് അസഹ്യമായ ചൂട് തുടരുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗമൊക്കെ ചേർന്നിരുന്നു. വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്. ഇനി പൂരവിശേഷങ്ങൾ കാണാം. പൂരം കോ-പവേർഡ് ബൈ സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. എന്തിനും ഏതിനും ധർമ്മപ്രിയ, വിശ്വാസം ധർമ്മപ്രിയ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് ശക്തന്റെ തട്ടകത്തിൽ പൂരവിളംബരം. എറണാകുളം ശിവകുമാർ നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി. പൂരവിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ അണിനിരന്നു. കടുത്ത ചൂടിനെ അവഗണിച്ച മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ നട തുറന്നത്. കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പു വിളിച്ചു. രാവിലെ 9 മണിയോടെ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ട എഴുന്നള്ളിപ്പ് വടക്കുംനാഥ ക്ഷേത്രം മൈതാനിയിലെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ച ശേഷം 12:30-ക്കാണ് തെക്കേ നടയിലെത്തിയത്. മേളത്തിന്റെ അകമ്പടിയിൽ നട തുറക്കാനെത്തിയ കൊമ്പൻ ശിവകുമാറിനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നു. നാളെയാണ് തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുകൊണ്ടാകും പൂരം നടത്തുക. രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും തുടർന്ന് നടക്കും. ഇത്തവണ കുടമാറ്റത്തിന്റെ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും സമയദൈർഘ്യം 1 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗം ആനകളുടെയും ഘടകക്ഷേത്രങ്ങളുടെ ആനകളുടെയും ഫിറ്റ്നസ് പരിശോധന നടത്തി. ആനകളുടെ ആരോഗ്യം, പാപ്പാന്മാരുടെയുമായുള്ള അടുപ്പം, അനുസരണാശീലം, എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്ത പരിചയം, പൊതുസ്വഭാവം എന്നിവ വിലയിരുത്തിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഫിറ്റ്നസ് പരിശോധനയിൽ നിരവധി ആനകൾ പങ്കെടുത്തു. ആനകളുടെ ആരോഗ്യം, പാപ്പാന്മാരുമായുള്ള അടുപ്പവും അനുസരണശീലവും, എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്ത പരിചയം, പൊതുസ്വഭാവം എന്നിവ വിലയിരുത്തിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് ആന ചികിത്സകനായ ഡോക്ടർ PB ഗിരിദാസ് പറഞ്ഞു. ഏകദേശം തിരുവമ്പാടിയും പാറമേക്കാവും കൊച്ചിൻ ദേവസ്വം ബോർഡിനുമായിട്ട് ചെറുപൂരങ്ങൾക്കൊക്കെ ആയിട്ട് മൊത്തം ഒരു 90ഓളം ആനകളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 85 ആനകളുടെ ലിസ്റ്റ് ആയിട്ടുള്ളൂ. 5 ആനയുടെ കുറവുണ്ട്. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആനകൾക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുത്തുകൊണ്ട്, അത് ഒരേ സമയം കാലത്ത് എഴുന്നള്ളിച്ച് ആന വൈകുന്നേരം എഴുന്നള്ളിക്കില്ല, അങ്ങനെ ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അപകടരഹിതമായ ഒരു പൂരം, അതായത് ആനകൾക്ക് ആവശ്യമായ ഭക്ഷണം, നല്ല വെള്ളം, ഇതൊക്കെ കൃത്യസമയത്ത് കൊടുത്തുകൊണ്ട് പൂരനഗരിയിൽ ആനകൾക്കൊരു ക്ഷീണവോ അല്ലെങ്കിൽ അവർക്കൊരു കുറവോ വരാത്ത രീതിയിൽ ദിവസങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി, ഫോറസ്റ്റ്, മൃഗസംരക്ഷണ വകുപ്പുകളിൽ നിന്നായി 60ഓളം ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധനകൾ നടത്തുന്നത്. അതത് ദേവസ്വങ്ങൾ സമർപ്പിച്ച പട്ടികയിലുള്ള ആനകളെയാണ് പരിശോധിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളില്ല. സാമ്പിളുകളുടെ രാസപരിശോധനയിലാണ് കണ്ടെത്തൽ. എന്നാൽ അനുമതിയുള്ളതിലും കൂടുതൽ അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. പടക്ക സാമഗ്രികൾ ഇവിടെ നിന്നും ഉടൻ മാറ്റി നിർവീര്യമാക്കും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടിപിടി തുടരുന്നതിനിടെ മുഖ്യമന്ത്രി ചർച്ചകൾ കർശനമായി വിലക്കി KPCC വീണ്ടും രംഗത്ത് വന്നു. പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മുന്നറിയിപ്പ് നൽകുന്നു. കോൺഗ്രസിനുള്ളിലെ മത്സരത്തിൽ മുസ്ലിം ലീഗിനും
വിയോജിപ്പാണ്. ലീഗിന്റെ നിലപാടും നിർണായകമാണ്. ഇതിനിടെ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതല ഒഴിയാൻ ഒരുങ്ങുകയാണ് ഹൈബി ഈഡൻ. KPCC അധ്യക്ഷന് കത്ത് നൽകി. വോട്ടെടുപ്പ് കഴിഞ്ഞ നാൾ മുതൽ കേൾക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിലും പരസ്യ പ്രസ്താവനകളിലും കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡും KPCC നേതൃത്വവും. നേതാക്കന്മാരുടെ അനുയായികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ല് രൂക്ഷമായപ്പോൾ ഹൈക്കമാൻഡ് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് മറികടന്ന് വീണ്ടും പരസ്യ പ്രസ്താവനകൾ തുടർന്നു. നിയുക്ത മുഖ്യമന്ത്രി എന്ന പേരിൽ പോസ്റ്ററുകളും പതിച്ചു തുടങ്ങി. ഇതോടെയാണ് വീണ്ടും മുന്നറിയിപ്പുമായി KPCC രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന വിധം പത്രദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരസ്യ പ്രസ്താവനകൾ നടത്താൻ പാടില്ലെന്ന് KPCC അധ്യക്ഷൻ അറിയിച്ചു. ആവർത്തിച്ചാൽ കടുത്ത അച്ചടക്ക നടപടിയായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പ്. കോൺഗ്രസിനുള്ളിലെ ചർച്ചകളിൽ ഘടകകക്ഷികളും വിയോജിപ്പിലാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിലുണ്ടാവും. റിസൾട്ട് വന്നിട്ട് UDF ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ UDF മെത്തേഡ് അനുസരിച്ച് ഏറ്റവും വലിയ കക്ഷി, മുന്നണിക്ക് നേരിടുന്ന കക്ഷി എന്നുള്ള ആൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ഒന്ന്. രണ്ടാമത് UDF മുഖ്യമന്ത്രിയാവുമ്പോൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ UDF ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യും. ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ഇതിനിടെ സൈബർ പോര് കടുക്കുമ്പോൾ KPCC ഡിജിറ്റൽ മീഡിയ സെൽ ചുമതലയിൽ നിന്ന് ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് ഹൈബി ഈഡൻ രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് KPCC അധ്യക്ഷന് നൽകിയ കത്തിൽ ഹൈബി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള പരസ്യപ്പോരിൽ ഏറ്റവും ഒടുവിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. താനൊരു സുപ്രഭാതത്തിൽ പൊട്ടിവീണതല്ലെന്നും കേസിലൂടെയുമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിയതെന്നും സൈക്കിളിൽ പോയി വരെ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു. PK ഡീവർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പരാമർശങ്ങൾ. സംഘടനയിൽ താൻ പെട്ടെന്ന് പൊട്ടിവീണ ആളല്ലെന്നും സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ PK ഡീവർ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ചെന്നിത്തലയുടെ കുറിക്കുകൊള്ളുന്ന പരാമർശം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിയിടണമെന്നും അല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പഴയ തലമുറ എന്ന് പറയുന്നതെല്ലാം. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു, മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒത്തിരി നേതാക്കന്മാരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ തന്നെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്രവർത്തകന്റെ മാനസിക വികാരം എന്തായിരിക്കുമെന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഈ വർഷത്തെ PK ഡീവർ അനുസ്മരണ പുരസ്കാരം VM സുധീരൻ രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ചു. പുരസ്കാരം നൽകിക്കൊണ്ട് ചെന്നിത്തലയെ പുകഴ്ത്താനും സുധീരൻ മറന്നില്ല. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ ഫലപ്രദമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിന് ഇനിയും ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും രാജ്യത്തിനു വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു ദൗത്യം പതറാതെ വളരെ ഫലപ്രദമായി നല്ല രീതിയിൽ വിജയകരമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച ചർച്ചകൾ KPCC ഇടപെട്ട് തൽക്കാലം നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്നാൽ പരോക്ഷ പ്രതികരണങ്ങൾക്ക് തെല്ലും കുറവില്ല. അമൃത ന്യൂസ്, കൊച്ചി.
കൊല്ലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ RSP ഇടപെടൽ നടന്നെന്ന് പരാതി. RSP പ്രാദേശിക നേതാക്കൾ വോട്ടുമറിക്കാൻ CPM-മായി കൂടിക്കാഴ്ച നടത്തി. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP പ്രാദേശിക നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഡീൽ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞുവെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നു. കൊല്ലത്ത് കൊട്ടിക്കലാശത്തിന്റെ തലേദിവസം രാത്രി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. RSP കൊല്ലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ CPM നേതാക്കളെ കണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിതിൽ. കൊല്ലം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാനായാണ് RSPയുടെ ശ്രമമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. UTUC ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് RSP പ്രാദേശിക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതെന്നും ആരോപണം ഉയരുന്നു. 1 മണിക്കൂറോളം ചർച്ച നടന്നു. സംഭവം സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ഡീൽ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞുവെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇത്തരം ഒരു പരാതി വന്ന സ്ഥിതിക്ക് അതെല്ലാം തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം RSP സഖാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ജില്ലാ സെക്രട്ടറി കർശനമായി അവർ RSP ലോക്കൽ കമ്മിറ്റി, സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലുള്ള എല്ലാ സഖാക്കളെയും താക്കീത് ചെയ്താണ് അന്ന് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നത്. സ്ഥാനാർത്ഥിയുടെ ചുമതല വോട്ട് തേടുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നേതൃത്വം മറുപടി പറയുമെന്നും സംഭവത്തിൽ ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. മുൻപ് ചവറയിലും ഇരവിപുരത്തും ഉൾപ്പെടെ RSP CPM ഡീലുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലത്തെയും സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ UDF-ൽ കോൺഗ്രസ് RSP തർക്കം നേരത്തെ ഉടലെടുത്തിരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ പരിഹരിക്കപ്പെട്ടു എന്ന് മുന്നണി പറഞ്ഞ ജില്ലയിലെ കോൺഗ്രസ് RSP തർക്കം വീണ്ടും രൂക്ഷമാകുന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കൂത്തുപറമ്പ് സ്ട്രോങ് റൂമിലെ CCTV ഹാർഡ് ഡിസ്ക് മാറ്റിയതിൽ ദുരൂഹതയെന്ന UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ. സ്ഥാനാർത്ഥിയുടെ ഏജന്റ് എത്തും മുൻപേ ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നും ഈ സമയത്ത് വീഡിയോ കട്ടായെന്നും ജയന്തി രാജൻ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും എന്തുകൊണ്ട് കൂത്തുപറമ്പിലും തലശ്ശേരിയിലും മാത്രം ഹാർഡ് ഡിസ്ക് മാറ്റേണ്ടി വരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ജയന്തി രാജൻ ആവശ്യപ്പെട്ടു.